ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആപ്പ് വീണു. കെജ്രിവാൾ തോറ്റു. ശതമാനക്കണക്കിൽ പിടിച്ചു നിൽക്കുമ്പോഴും ബി ജെ പിക്ക് ഡൽഹി ഭരണം വിട്ടുകൊടുത്ത ക്ഷീണം ആപ്പിനും കോൺഗ്രസിനും ഉടനെ മാറില്ല. രാജ്യം പിടിച്ചപ്പോഴും ഡൽഹി പിടിക്കാനാവാതെ പതറി നിന്ന ബി ജെ പിക്ക് 27 വർഷങ്ങൾക്കിപ്പുറം താമരത്തളികയിൽ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കടിഞ്ഞാൺ ചാർത്തി നൽകിയ കൈകൾ ഏതാണ്? ഡൽഹിയുടെ ഭരണം ബി ജെ പിയെ തകർത്ത് ഷീലാ ദീക്ഷിതിലൂടെ കോൺഗ്രസ് പിടിച്ചതും അതേ കോൺഗ്രസിനെ ഷീലാ ദീക്ഷിതിൻ്റെ പ്രതിച്ഛായ തകർത്ത് നിലം പരിശാക്കി ആപ്പിൻ്റെ ചൂലിൽ തൂത്തെറിഞ്ഞതും അരവിന്ദ് കെജ്രിവാൾ പയറ്റിയ അഴിമതി വിരുദ്ധ മധ്യവർഗ രാഷ്ട്രീയ തന്ത്രങ്ങളായിരുന്നു. മോദി അമിത്ഷാ പരിവാറിൻ്റെ കടുത്ത ഹിന്ദുത്വയെ അതേ നാണയത്തിൽ തന്നെ പലപ്പോഴും കെജ്രിവാളും നേരിട്ടു. ഒടുവിൽ രാജ്യമെന്നാൽ ഡൽഹിയാണെന്ന് ചുരുക്കി ഇക്കുറി ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് മോദിയും കൂട്ടരും ഡൽഹി പിടിക്കാൻ ഇറങ്ങിയപ്പോൾ യൂണിയൻ ബജറ്റ് പോലും ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നോട്ടീസായി മാറി. കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൂടി ആം ആദ്മിക്ക് തിരിച്ചടിയായപ്പോൾ ഫലത്തിൽ അത് ബി ജെ പിയുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതിൽ എത്തി. കെജ്രിവാളിനെ ജയിലിൽ അടച്ച് ആപ്പിനെ പ്രതിസന്ധിയിലാക്കി ഉണ്ടാക്കിയെടുത്ത 2025 ഡൽഹി തെരഞ്ഞെടുപ്പ് ബി ജെ പി നേരിടുമ്പോൾ ചിന്തിക്കാൻ വകയുള്ളത് ആം ആദ്മിക്കും കെജ്രിവാളിനും മാത്രമാണോ? കോൺഗ്രസും രാഹുലും മറുപടി പറയേണ്ടത് എന്തിനൊക്കെ? ബി ജെ പിക്ക് മുൻപിലെ വഴികൾ തടസ്സങ്ങളില്ലാത്തതാണോ? പ്രതിപക്ഷ നിരയിൽ പുതിയ തന്ത്രങ്ങൾക്ക് കളമൊരുങ്ങുന്നു. ചൂലെടുത്ത കൈകളിൽ താമരയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് റോണി കെ ബേബി, BJP വക്താവ് അഡ്വക്കേറ്റ് BG വിഷ്ണു, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ജോഷി ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ജോഷി ജോർജിലേക്ക് പോകുന്നു. ജോഷി ജോർജ്, ആം ആദ്മിക്ക് പിഴച്ചത് എവിടെയാണ്? പറഞ്ഞോളൂ സാർ. നമസ്കാരം. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഞങ്ങൾ സ്വീകരിക്കുന്നു. കാരണം തോൽവി തന്നെയാണ്. തോറ്റതിന് ശേഷം അതിനെ ന്യായീകരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഇതിനു മുൻപ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകാനും കഴിയില്ല. ഈ തോൽവിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ 27 വർഷങ്ങൾക്കിപ്പുറം ഇപ്രാവശ്യം ബി ജെ പിക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഡൽഹി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ള അവിടെ തിരിച്ചറിവ്. ആ തിരിച്ചറിവിന് ഒരു വർഷം മുൻപ് തന്നെ വ്യക്തമായി ഡൽഹി പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് അവർ തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കെജ്രിവാൾജി തന്നെ പറഞ്ഞിട്ടുണ്ട്, വോട്ട് ചേർക്കുന്നതും വോട്ട് ഒഴിവാക്കുന്നതിനും സംബന്ധിച്ച്. തോറ്റു കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല. എങ്കിലും ചെറുതായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2000-ഓളം വോട്ടുകൾ ചേർക്കുകയും ഏതാണ്ട് 4000 മുതൽ 5000 വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെ കൃത്യമായി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. ആ പരാതിയുടെയൊക്കെ റിസൾട്ട് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. എന്താണ് അതിനുശേഷം ഉണ്ടായതെന്നൊക്കെ ജോഷി ജോർജ്, അതൊക്കെ അപ്പോൾ എങ്ങനെയാണ് ഇത് ചേർക്കലും ഒഴിവാക്കലും തയ്യാറെടുപ്പുകളാണ്. നിങ്ങൾക്ക് അതിൽ പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ ഉന്നയിക്കാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടതുമാണ്. പക്ഷെ അതേസമയം 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ വീണ്ടും നേരിടുമ്പോൾ ഒരുങ്ങിയിട്ടുണ്ടോ? ബി ജെ പി ഈ പറയുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ? സഖ്യങ്ങൾ വേണ്ട രീതിയിൽ കൊണ്ടുവരാനായിട്ടുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങളാണല്ലോ.
അതെ, ആ പറയുന്നതിൽ വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്. ഒരു വർഷങ്ങൾക്ക് മുൻപ് BJP എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തീർത്തും നാമാവശേഷമാകാത്ത തരത്തിൽ, ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് തുടച്ചു നീക്കപ്പെട്ടു എന്ന്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആം ആദ്മി ഒരു ഫോഴ്സ് തന്നെയാണ് എന്ന് നമ്മുടെ ആ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. തീർത്തും തുടച്ചു നീക്കപ്പെട്ട അതുപോലെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻകംബറൻസി ഒന്നും അവിടെ ഇല്ല, അവിടെ ഉണ്ടായിട്ടുമില്ല. ഉണ്ടായതെന്താണ്? കൃത്യമായ അവിടുത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് LGയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അധികാരം. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് ഡൽഹി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഫോഴ്സില്ല, ലോ ആൻഡ് ഓർഡർ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് LGയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിമിതികൾ, AAPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൽ പരിമിതികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇത് തന്നെ വലിയ രീതിയിൽ തുടച്ചില്ല എന്ന് അവകാശപ്പെടുമ്പോഴും ശരിയാണ്, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ടില്ല. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയൊക്കെ ജയിച്ചപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന പാർട്ടികൾക്ക് കിട്ടിയ ശതമാനവും സീറ്റുകളും ഒക്കെ നോക്കുമ്പോൾ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പുറത്ത് ആരാണ് ജയിച്ചു വരുന്നത്? ആ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിലുള്ള അവസ്ഥ എന്താണ്? രാജ്യത്തവർ എന്തൊക്കെയാണ് പരിപാടി ഇടുന്നത്? ഇതൊക്കെ അറിയാവുന്ന പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കരുത്തോടു കൂടി തന്നെ ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് കാത്തിരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളുമൊക്കെ എന്ന് പറയാനാകുമോ? അല്ല, ഞാനതിൽ ഞാൻ ഈ ചർച്ചയെ വേറൊരു പോസിറ്റീവായിട്ട് കൂടി കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആം ആദ്മി പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ, ഒരു വളണ്ടിയർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഈ 5 വർഷക്കാലം ഭരിച്ചു, 10 വർഷക്കാലം ഞങ്ങൾ ഭരിച്ച സമയങ്ങളിൽ ഏതാണ്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ 9ഓളം വാഗ്ദാനങ്ങൾ, കൃത്യമായി എണ്ണി പറയാം, 9ഓളം വാഗ്ദാനങ്ങൾ, ആ പറഞ്ഞ വാഗ്ദാനങ്ങൾ 9ഓളം നിറവേറ്റി കൊടുത്തു. അതിൽ നിറവേറ്റാൻ കഴിയാതെ പോയ ഒന്നെന്ന് പറഞ്ഞാൽ ഈ യമുന നദിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പറയേണ്ടി വരും. അപ്പോൾ 9ഓളം കാര്യങ്ങൾ കൊടുത്തു, ജനങ്ങളത് സ്വീകരിച്ചു. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം എന്തുകൊണ്ട് തോറ്റു? ആം ആദ്മി പാർട്ടിയുടെ സമ്മേളന നേതാവ് അദ്ദേഹം മുന്നോട്ട് വെച്ച, ഞാൻ പറയാം എന്തുകൊണ്ടാണ് അതൊക്കെ സ്വീകരിച്ചു ജനം എന്ന് പറയുമ്പോഴും തോറ്റത് എന്നത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇന്ന് കെജ്രിവാൾ അത് പറയുമെന്നാണ് കരുതിയത്, അതിലേക്ക് പോകുന്നത് കണ്ടില്ല. നിങ്ങൾക്ക് കോൺഗ്രസിനോട് പരാതിയുണ്ടോ? കോൺഗ്രസിനോട് ഒരു ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന നേതൃത്വ നിരയിലുള്ള ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അഭിമാനത്തോടുകൂടി ഇരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നമ്പർ, ഞാൻ പറയുന്നത് അങ്ങനെ വലിയ 200-250 ഒന്നും അല്ല, എങ്കിൽ പോലും അതിന് മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിലാർക്കും തർക്കമുണ്ടാകാൻ വഴിയില്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അവരെടുത്ത നിലപാടുകൾ പല കാരണങ്ങൾ, ഡൽഹിയിൽ നടന്ന പല സമരങ്ങളും, കർഷക സമരം അടക്കമുള്ള സമരങ്ങളിൽ ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടുകൾ, അതൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ ഗുണം ചെയ്തത് ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസിനായിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് അവർക്ക് കിട്ടിയ ആ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു ഔദാര്യമെന്ന് ഞാൻ പറയുന്നില്ല, ജനങ്ങൾ കൊടുത്ത ആ വോട്ട് അത് ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടുകളുടെ ഒരു പരിശോധന തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ BJPക്കെതിരാണ് എന്ന് ഈ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും BJP എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ
ഡൽഹിയിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും ശ്രമിക്കണമായിരുന്നു. കാരണം ഒരിക്കലും കോൺഗ്രസിന് അത് കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മാക്സിമം 4-5%. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത് പോലെ കെജ്രിവാൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിലും രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ ഇന്ന് എല്ലാവരും ചോദിക്കുന്നതും കോൺഗ്രസിനോടാണ്. ഡൽഹിയിൽ ഒരുപക്ഷെ BJPയെ ഇന്ന് അധികാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കുമായിരുന്നു. ആ ഒരു ഉത്തരവാദിത്തം അവർ നിറവേറ്റിയില്ല എന്ന ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഈ ചർച്ച താങ്കൾ തുടങ്ങിയാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? കോൺഗ്രസും BJPയും തമ്മിൽ ഏതെല്ലാം കാര്യത്തിലാണ് അകലമുള്ളത് എന്നുള്ള പഠനമാണ് നമ്മൾ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തേണ്ടത്. ഇന്ത്യ രാജ്യത്തെ BJPക്കെതിരായ ദേശീയ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ്സാണ് നേതൃത്വം നൽകുന്നത് എന്ന ഒരു ബോധം കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ ദില്ലിയിൽ ഇത്തരമൊരു സന്ദർഭത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇന്ത്യ രാജ്യത്ത് BJP വേട്ടയാടാൻ ശ്രമിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ട് കുറേയേറെ കേസുകൾ എടുക്കുകയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കാലുമാറ്റമൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി ഇവിടെ നേരിട്ടിടത്തോളം പീഡനം നമ്മൾ ആലോചിക്കണ്ടേ? എന്ത് കാര്യത്തിനാണ്? ഇലക്ട്രൽ ബോണ്ടിലൂടെ 18,000 കോടി രൂപ ഇന്ത്യ രാജ്യത്ത് അഴിമതിയിലൂടെ കോൺഗ്രസും BJPയും അടക്കമുള്ള പാർട്ടികൾ സ്വന്തമാക്കി. അതെല്ലാം തെരഞ്ഞെടുപ്പ് ബോണ്ടായിരുന്നു. അവിടെയാണ് ഏതോ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയെന്ന് ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. പണം ഒരു കള്ളക്കേസുണ്ടാക്കി മനീഷ് സിസോദിയെ ED എത്ര കാലം ജയിലിലിട്ടു? അദ്ദേഹം ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. ദില്ലിയിലെ പോലെ മധ്യവർഗമുള്ളൊരു സമൂഹത്തിനകത്ത് അഴിമതിക്കാരനാണെന്ന് മുദ്രയാർത്തപ്പെട്ട് ജയിലിലടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനാണ്? കെജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ മേലുള്ള കടന്നാക്രമണം എത്ര ശക്തമായിരുന്നു? എത്ര വ്യാജമൊഴി ഉണ്ടാക്കിയിട്ടാണ് കെജ്രിവാളിനെ ജയിലിലിട്ടത്? അവസാനം സുപ്രീം കോടതിയല്ലേ വാതിൽ തുറന്നു കൊടുത്തത്. അദ്ദേഹം തോറ്റതിലും അത്ഭുതമില്ല. പക്ഷെ കോൺഗ്രസ് എന്താ കാണിച്ചത്? എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിന് ചോദിച്ച രാഹുൽ ഗാന്ധി മോദി പറയുന്നത് തന്നെയാണ് ഡൽഹിയിൽ പറഞ്ഞത്. എന്തുകൊണ്ട് കെജ്രിവാളിനെ ജയിലിൽ വെക്കുന്നില്ല? അപ്പോൾ കോൺഗ്രസിൻ്റെ അണികൾക്കുള്ള സന്ദേശം എന്താണ്? മോദി ജയിച്ചാലും കെജ്രിവാൾ ജയിക്കരുത്, കെജ്രിവാൾ ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചു. അങ്ങനെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാജ്യതലസ്ഥാനത്ത് ഒന്നിച്ചു വന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനോട് എത്ര വോട്ടുണ്ട്, BJPയൊക്കെ കൂടുതലുണ്ടോ എന്നുള്ള കണക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. കോൺഗ്രസിനും BJPക്കൂടുള്ള വോട്ടെന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടരുടെ ഇന്ത്യ തലസ്ഥാനത്ത് ഭരണം പിടിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചറിവുകളുടെ പുതിയ കാലമാണ്. ആ തിരിച്ചറിവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയല്ല, BJPക്കെതിരായ ദേശീയ സമരത്തെ ആ പാർട്ടി ശക്തിപ്പെടുത്തുകയല്ല, ആ ദേശീയ സമരത്തിന് കോൺഗ്രസ് ഒരു ബാധ്യതയാണ്. 3, ഏതെല്ലാം കോർപ്പറേറ്റ് മുതലാളിയാണോ BJP സഹായിക്കുന്നത് അതേ രീതിയിൽ തന്നെ സഹായം നൽകാൻ തയ്യാറാണ് കോൺഗ്രസ് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. 4, അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി പറയുകയാണ്, ഗോഹത്യ നടത്തിയാൽ, പശുക്കടത്ത് നടത്തിയാൽ വെടിവെച്ച് കൊല്ലണം. ആരെ വെടിവെച്ച് കൊല്ലണം? മനുഷ്യരെ വെടിവെച്ച് കൊല്ലണം. ഇതിനേക്കാൾ കൊള്ളാമല്ലോ ട്രംപ് ചങ്ങല കിട്ടുകയുള്ളൂ. ഇത് വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. ഇതാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് പ്ലസ് BJP ചേർന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി അവർ ഡൽഹിയിലെ ജനാധിപത്യത്തെ കൊന്നു. അത് താൽക്കാലികമാണ്. കോൺഗ്രസ് BJP മുന്നണിക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സമ്മതി കൊടുക്കില്ല. രാഹുൽ ഗാന്ധി സ്വയം തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കാണുന്നത്. റോണി കെ ബേബി, അതിന് ആണ് മറുപടി ഇന്ന് വേണ്ടത്. ഇന്ന് എല്ലാ ചോദ്യങ്ങളും ഈ അർത്ഥത്തിൽ തന്നെ കോൺഗ്രസിന് നേരെയാണ് വരുന്നത് എന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? ഒരു പുനർവിചിന്തനമുണ്ടോ? പശ്ചാത്താപത്തിന് ഇനി സമയമുണ്ടോ? നിങ്ങൾ ചെയ്തത് ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന ബോധം വരുന്നുണ്ടോ? ഏതൊക്കെയാലും ഇന്ത്യയിലെ ആം ആദ്മി പാർട്ടിയോ മറ്റു ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഉന്നയിക്കാത്ത രീതിയിലുള്ള വിമർശനം CPM ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള ആത്മാഭിമാനമുണ്ട്. അത് CPMനാണ്,
കോൺഗ്രസിനായിക്കോട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും. ഡൽഹിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുകയാണ്, കോൺഗ്രസുമായി ഞങ്ങൾ ഒരു സഖ്യത്തിനുമില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടുകൾ, അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസുമായി സഖ്യത്തിന് ഇല്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം വളരെ വ്യക്തമായി പറയാം. കാരണം അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ചത് മുഴുവൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ചത് മുഴുവൻ ഒരു RSSന്റെ BJPയുടെ ബി ടീമായിട്ടാണ്. ഞാനിവിടെ ചോദിക്കാൻ ഞാൻ വളരെ കൃത്യമായി പറയാം. ഡൽഹി കലാപം നടന്നപ്പോൾ എവിടെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ? അന്ന് CPM ഇതേ ആർജവത്വത്തോടു കൂടി ഈ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചോ? ഷഹീൻ ബാഗില് ഇത്രയോ വലിയ സമരവും നടന്നത് ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദിവസങ്ങളോളം നീണ്ടു നിന്ന വലിയ സമരമായിരുന്നു ഷഹീൻ ബാഗിൽ നടന്നത്. ഇന്ത്യയിലെ മുഴുവൻ ലിബറൽ സമൂഹവും ആ സമരത്തിന് പിന്തുണയുമായി എത്തി. ഏതാനും മുസ്ലിം സംഘടനകൾ മാത്രമായിരുന്നില്ല ആ സമരത്തില്. ഇവിടെ ഈ ദളിത് വിമോചനത്തിന് നേതാവായ ചന്ദ്രശേഖർ ആസാദ് എത്തി, പ്രശാന്ത് ഭൂഷൺ എത്തി, ഇന്ത്യയിലെ മുഴുവൻ പൗര അവകാശ സംഘടനകളും ആ സമരത്തിലെത്തി. അവിടെ സംഘപരിവാറിന്റെ ഗുണ്ടകൾ വന്ന് അക്രമം നടത്തി, അതിക്രമം നടത്തി ആ സമരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിലൂടെ വലിച്ചഴിച്ചപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു മന്ത്രിയോട് പോലും അവിടെ പോയി സന്ദർശനം നടത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോൾ അവിടേക്ക് തീർത്ഥയാത്ര നടത്തിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അവിടെ BJP പോലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ കറൻസി നോട്ടുകളിൽ സരസ്വതി ദേവിയുടെ ചിത്രം വയ്ക്കണമെന്ന് പറഞ്ഞയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അവിടെ ഡൽഹിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും മാറി മാറി നടന്ന് ഹനുമാൻ ചാലീസ ചൊല്ലി നേതാവാണ് പിന്നെ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം അവിടെ വളരെ കൃത്യമായി ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടണമെന്ന് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അവിടെ ഇറങ്ങി പറഞ്ഞു. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയുള്ള അരവിന്ദ് കെജ്രിവാൾ ജയിക്കാൻ പാടില്ലല്ലോ. ആം ആദ്മി പാർട്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തേക്ക് തന്നെ എത്തി. അങ്ങനെ പറയുന്നത് എന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്ക്. അതുകൊണ്ട് വളരെ ബോധപൂർവ്വം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം പുറത്ത്, ഞങ്ങൾ ഇതെല്ലാം ക്ഷമിച്ച് അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. 2013 ആദ്യം തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ കോൺഗ്രസിനെ ചീത്ത പറഞ്ഞ്, നിങ്ങളുടെ ഷീലാ ദീക്ഷിതരെ ചീത്ത പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ അവിടെ വന്നപ്പോൾ ഭൂരിപക്ഷം ഇല്ലാഞ്ഞപ്പോഴും ഞങ്ങളുടെ MLA-മാരാണ് കോൺഗ്രസ് ആണ് പിന്തുണച്ചത്. ഞങ്ങളുടെ ആത്മാഭിമാനം പോലും പണയം വെച്ച് BJP അധികാരത്തിൽ വരരുത് എന്ന ഒറ്റ നിർബന്ധത്തിലാണ് 2013 ആദ്യം ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യമായിരുന്നു കോൺഗ്രസ് വഹിക്കാൻ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പില് ഡൽഹിയിൽ മത്സരിച്ച മുസ്ലിം സ്ഥാനാർത്ഥികൾ, ആം ആദ്മി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ, അവർക്ക് വേണ്ടി ഒരു ഘട്ടത്തിലും ഒരു നിയോജകമണ്ഡലത്തിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകാത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യമായിരുന്നു കോൺഗ്രസുമായി സഖ്യം കൂട്ടുന്നത്. പക്ഷേ കോൺഗ്രസിന് ഒരിക്കലും ആം ആദ്മി പാർട്ടിയുമായി യോജിക്കാനാകില്ലല്ലോ. അങ്ങനെ യോജിക്കാൻ പറ്റിയാലും അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ലല്ലോ. അത് ഷീലാ ദീക്ഷിതിനെ ഇറക്കിവിട്ട അരവിന്ദ് കെജ്രിവാൾ, ആ രീതിയിൽ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ അത്രമാത്രം മനസ്സിൽ വൈരാഗ്യം തോന്നുന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയാൻ മാത്രം ഉണ്ട് കാര്യങ്ങൾ. സന്ദീപ് ദീക്ഷിത് അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധിയെ കൂട്ടി ഏത് വിധേനയും കോൺഗ്രസ് വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തേക്ക് പോകരുത് എന്ന് നിശ്ചയിച്ചു അല്ലേ? ഇവിടെ ഈ പരാജയത്തിന്റെ ഉത്തരവാദി അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഇവിടെ ഈ പറയുന്നത് ഈ പിന്നെ അരവിന്ദ് കെജ്രിവാൾ എത്ര വോട്ടാണ് തോറ്റത്? അതിനേക്കാൾ വോട്ട് കോൺഗ്രസ് പിടിച്ചില്ലേ? മനീഷ് സിസോദിയ 300 വോട്ടിന് തോറ്റപ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് ആയാലും വോട്ട് പിടിച്ചില്ലേ? വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ, കോൺഗ്രസുമായി ഒരു സഖ്യവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഇതാകത്തില്ലായിരുന്നു. അതെ, അതാണ് ചോദ്യം. അതിന് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നതാണ് ഇവിടെ ചോദ്യം. അല്ല, ഞങ്ങളുമായിട്ട് സഖ്യം വേണ്ട എന്ന് പറയുന്ന ആളോട് ഞങ്ങളുടെ ഇലക്ഷൻ മത്സരിക്കുന്നത് മാറി നിന്ന് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യണമോ? CPM മാറി നിൽക്കുമോ? ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ചില തന്ത്രങ്ങളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ചില തന്ത്രങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ BJP ഈ പറഞ്ഞ 27 വർഷത്തിനിപ്പുറം വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുമെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധി കോൺഗ്രസിനുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ശക്തമായ രീതിയിൽ ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും ഇപ്പോൾ പറഞ്ഞ ഭാഷയിൽ എതിർക്കുന്നതിന് പകരം മറ്റു നിലപാടുകൾ എടുക്കേണ്ടതുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? പറയാം, ഞങ്ങൾ സ്വീകരിച്ച സ്ട്രാറ്റജി വളരെ കൃത്യമായി പറയാം. ഇത് പിന്നെ ഇവിടെ നുണ പറയല്ല, കള്ളത്തരം പറയല്ല. 70 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെങ്കിലും ഞങ്ങൾ ഫോക്കസ് ചെയ്തത് 20 മണ്ഡലങ്ങളിലാണ്. കൃത്യമായി കാരണം പറയാം.
കാരണം അരവിന്ദ് കേജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ശക്തമായ ജനവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനവിരുദ്ധ വികാരം പൂർണ്ണമായും BJP-യിലേക്ക് ഫോക്കസ് ചെയ്യരുത്. കൃത്യമായി തന്നെ ഈ പറയുന്ന ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യണം. കൃത്യമായ സ്ട്രാറ്റജിയിൽ അതിന്റെ ഗുണം. അതായത് ആ 20 മണ്ഡലങ്ങളിലാണോ ഇപ്പോ ആം ആദ്മി പാർട്ടി ജയിച്ചത്? ആ 20 മണ്ഡലങ്ങളിലാണോ ആം ആദ്മി പാർട്ടി ജയിച്ചത്? ചോദ്യം കേട്ടില്ല, ഒന്നും പറയാം. ആ 20 മണ്ഡലങ്ങളിലാണോ ഇപ്പോ ആം ആദ്മി പാർട്ടി ജയിച്ചത്? ഞാൻ വളരെ കൃത്യമായി പറയാം. ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഇവിടെ ഈ ഡൽഹിയെ 70 മണ്ഡലങ്ങളുടെ ചിത്രം നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൾഡ് ഡൽഹി ഉണ്ട്, ന്യൂ ഡൽഹി ഉണ്ട്. ആ ന്യൂ ഡൽഹിയിലുള്ള മണ്ഡലങ്ങൾ മുഴുവൻ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് പരമ്പരാഗതമായി BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ നമ്മൾ ഓൾഡ് ഡൽഹിയിലേക്ക്, കിഴക്കൻ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്കക്കാരും ന്യൂഡൽഹി മണ്ഡലത്തിൽ വരൂ റോണി കെ ബേബി, ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഇതായിരുന്നോ? അല്ലെ, ഞാൻ പറഞ്ഞ ന്യൂഡൽഹി മണ്ഡലത്തില് ഞങ്ങൾക്ക് ഈ പറഞ്ഞ വലിയ വോട്ടൊന്നും കിട്ടിയില്ലല്ലോ. ഈ കിഴക്കൻ ഡൽഹിയിലുള്ള മണ്ഡലത്തിൽ വെച്ച് അവിടെ 10,000, 15,000, 18,000 ഒക്കെ വോട്ട് കിഴക്കൻ ഡൽഹിയിലെ മണ്ഡലത്തിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ പറയുന്ന സന്ദീപ് ദേശത്തിന് 6,000 വോട്ടേ കിട്ടുള്ളൂ. എത്ര വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ പരാജയപ്പെട്ടത്? കാരണം അരവിന്ദ് കെജ്രിവാൾ 5,000 വോട്ടിനെടുത്ത് തോറ്റു. ഞാൻ പറഞ്ഞത് സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അവിടെ പരാജയപ്പെട്ടില്ലായിരുന്നു. അതെ, അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സന്ദീപ് ദീക്ഷിതിനെ അവിടെ നിർത്തി? കാരണം ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ, കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ, അത്രയും ഹൈ പ്രൊഫൈൽ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു മത്സരരംഗത്ത് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി മെസ്സേജ് കൊടുക്കണം. കാരണം അങ്ങനെ അതെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കെട്ടകാലത്തും ഈ പറയുന്ന വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന ഇമേജ്, കോൺഗ്രസിന്റെ ഒരു ഐഡന്റിറ്റി, അതായത് നിങ്ങളുടെ ഒരു വ്യക്തിപ്രഭാവം പൊലിപ്പിക്കൽ, ഇതൊക്കെ തന്നെയാണ് വലുതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് കിട്ടിയതോ 0 വോട്ടുകൾ, സംപൂജ്യരായി മൂന്നാമതും നിൽക്കുന്നു. ഞാൻ വരാം താങ്കളിലേക്ക്. BG വിഷ്ണു, നിങ്ങളുടെ അധികാരത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം അരവിന്ദ് കെജ്രിവാളിനെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിച്ചു എന്നത് ഇനി വീണ്ടും പറയേണ്ടതില്ല. അതിനൊക്കെ ഇപ്പോൾ ഫലം കിട്ടി അല്ലേ? 2013-ലും 2020-ലും ഞങ്ങൾക്ക് ഡൽഹിയിൽ പരാജയമുണ്ടായി. ആ പരാജയമുണ്ടായപ്പോൾ പോലും ഞങ്ങൾക്ക് 32-38% വോട്ടുകൾ ഡൽഹിയിൽ നേടാൻ കഴിഞ്ഞു. പക്ഷേ ആ പരാജയത്തിൽ നിന്ന് പപ്പായയിലേക്കോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്കോ ഒളിച്ചോടാനല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ ആ പരാജയത്തെ പഠിക്കുകയും ഞങ്ങൾക്ക് എവിടെയാണോ തിരുത്തൽ വരുത്തേണ്ടത് ആ തിരുത്തലുകളൊക്കെ വരുത്തിക്കൊണ്ട് ജനകീയമാണെന്നും ഞങ്ങൾ അഴിമതിരഹിതമാണെന്നും പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി സർക്കാരിനെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് അവരുടെ അഴിമതിക്കെതിരായ ശക്തമായ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ പ്രചരിപ്പിച്ചു. കാരണം ഒരു പൊയ്മുഖം മാത്രമാണ് AAP. അതിനൊരു പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയവുമായ അടിത്തറയൊന്നുമില്ല. അധികാരം കണ്ട് കൂടിയ ഒരു വലിയ ആൾക്കൂട്ടം അത് അഴിമതിക്കെതിരെ വലിയ ശബ്ദമുയർത്തിക്കൊണ്ടുവന്നു. രാജ്യത്ത് പിന്നീട് അവർ വലിയ അഴിമതിക്കാരുടെ ഒരു കൂട്ടമായി മാറി. അതിനെതിരായ ശക്തമായ ജനവിധിയിലൂടെ തന്നെയാണ് ഇന്ന് ആം ആദ്മി സർക്കാർ നീണ്ട വലിയ ഇടവേളയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിനെതിരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു? അല്ല, കോടതിയിൽ നടപടികൾ പൂർത്തിയായിട്ടില്ലല്ലോ. എന്തിനാ മനീഷ് സിസോദിയെ ജയിലിലടച്ചത്, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചത്? അപ്പോൾ ഈ മദ്യക്കേസുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടന്നപ്പോൾ കോടതിയാണല്ലോ അദ്ദേഹത്തിന് ജാമ്യം പലതവണ നിഷേധിച്ചത്. ജാമ്യം നൽകുക എത്ര നാളുകൾ കഴിഞ്ഞിട്ട്? അപ്പോൾ കോടതിക്ക് പോലും കൃത്യമായി പല കാര്യങ്ങളിലും അവിടെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം വലിയ പരാജയം ഡൽഹിയിലെ ജനങ്ങൾ നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഘട്ടത്തിൽ കേസ് പൂർത്തിയാകാതെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ പറഞ്ഞ ഉത്തരമല്ലല്ലോ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞത്. നിങ്ങൾ കേസ് പൂർത്തിയാകട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അതിപ്പോൾ കെജ്രിവാൾ തോൽക്കുന്നത് വരെ എത്തി. അതെ, സംശയം എന്താണ്? ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളുമായി സംസാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ വിജയം തന്നത്. കാരണം AAP എന്ന് പറയുന്ന അഴിമതിക്കാരുടെ ഒരു വലിയ സഖ്യത്തെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. ഞങ്ങൾ കൃത്യമായി സംഘടനാ പ്രവർത്തനം നൽകി. ഞങ്ങൾ ഡൽഹിയിൽ വോട്ടില്ലാത്ത പാർട്ടിയൊന്നുമല്ല. CPM-നെ പോലെ അവിടെ സമരം നടത്തുകയും എന്നാൽ വോട്ടെണ്ണപ്പോൾ വട്ടപൂജ്യം കാണിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് കൃത്യമായി അടിത്തറയുണ്ട്, ഞങ്ങൾക്ക് പ്രവർത്തകരുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞ തവണ എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. ഞങ്ങൾക്ക് ആ വോട്ട് കൂടിയതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ വോട്ട് കൂടി നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് നേരത്തെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയത്.
അനിൽകുമാറിന് എന്തും പറയാം. കാരണം അതെന്ന് വെച്ചാൽ അവിടെ കണക്കുകളാണല്ലോ. അല്ല പറയട്ടെ, കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് അവിടെ മത്സരിക്കാനെങ്കിലും ഉണ്ടായിരുന്നല്ലോ. ഈ അവിടെ CPM എന്തുണ്ടായിരുന്നു? CPMന് ആകെ എനിക്ക് തോന്നുന്നു 3-4 ഇടത്ത് മത്സരിച്ചിട്ട് 396 വോട്ടാണ്. 4 ഇടത്ത് പോലും മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇതിലൊരിക്കൽ പോലും ഉത്തരം പറയാം. കാര്യം അവർ മത്സരിച്ചിട്ട് പോലുമില്ല. അവരുടെ രാഷ്ട്രീയം അതായിരുന്നു. അവർ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ എന്ത് രാഷ്ട്രീയമാണ്? അല്ലെ, അതെന്ത് രാഷ്ട്രീയമാണ്? കാരണം അവർക്ക് വലിയ ശക്തി കേന്ദ്രമെന്നും അവർക്ക് വലിയ സ്വാധീനമുണ്ടെന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഡൽഹിയിലേക്ക് വലിയ സമരങ്ങൾ ചെയ്യുകയോ ഡൽഹിയെ നയിക്കുന്നതും ഒക്കെ ഞങ്ങളാണെന്നും ഒക്കെ വാദോരാതെ പറയുന്ന പാർട്ടിക്ക് അവിടെ എന്ത് കിട്ടി എന്ന് ചോദിക്കും. ഞാൻ എത്ര സീറ്റ് ജയിച്ചു എന്ന് ചോദിച്ചില്ല, എത്ര സീറ്റിൽ മത്സരിച്ചു എന്ന് മാത്രമേ ഞാൻ CPMന്റെ അവർ അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വിജയം കരസ്ഥമാക്കാമായിരുന്നു. ഞങ്ങളുടെ കാര്യമല്ല, അവർക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് അവരെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അല്ല, CPM ഒറ്റയ്ക്ക് മത്സരിച്ചാലും അവർ ആരോടൊക്കെ സഖ്യം ചേർന്ന് മത്സരിക്കുക എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ BJP വിരുദ്ധരായ മാധ്യമങ്ങൾ, അർബൻ നക്സലറ്റുകൾ, ഭീകരവാദ നിലപാടുകൾ എടുക്കുന്നവരെല്ലാം അതിശക്തമായി ഡൽഹിയിലെ ജനം പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഡൽഹിയിൽ എത്തിച്ചേർന്നെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നരേന്ദ്രമോദി സർക്കാരിന് ഡൽഹിയിൽ നിന്ന് വലിയ അംഗീകാരവും കിട്ടി. ഈ രാജ്യത്തിനെതിരായി വിലപിക്കുന്ന, ഈ രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കും വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കെ അനിൽകുമാർ, നേരത്തെ റോണി കെ ബേബി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. രാഹുൽ ഗാന്ധി അപമാനിക്കുന്നവർക്കൊപ്പം എങ്ങനെ നിൽക്കും എന്നാണ്. അരവിന്ദ് കെജ്രിവാൾ അതിന് തയ്യാറായില്ല, അതുകൊണ്ട് ഒപ്പം നിൽക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് ഈ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു എന്നതാണ്. എങ്ങനെ ആണ് അതിനെ കാണുന്നത്? മോദിയുടെ രാജ്യസ്നേഹമൊന്നും പറയരുത് കേട്ടോ. കുറഞ്ഞ പക്ഷം ഗുജറാത്തി സ്നേഹമെങ്കിലും പറയണ്ടേ. 2 ഗുജറാത്തികളാണല്ലോ മോദിയും അമിത്ഷയും. ആ ഗുജറാത്തിലെ മനുഷ്യന്മാരെയാണല്ലോ ഈ ഡൊണാൾഡ് ട്രംപ് സൈന്യവിമാനത്തെ കയറ്റി ചങ്ങലയിട്ടുകൊണ്ട് വന്നത്. സ്വന്തം സംസ്ഥാനത്തെ പൗരന്മാരാണ്. അവർ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് എനിക്കറിയത്തില്ല. മുസ്ലിങ്ങളായതുകൊണ്ട് മോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചെയ്ത കാര്യമോ ചെയ്യാൻ പറ്റാത്ത കാര്യമോ ട്രംപ് ചെയ്തുകൊണ്ടാണോ ഇപ്പം ഇങ്ങനെ പ്രതികരിച്ചത്? ഒരു ഇന്ത്യൻ പൗരന്മാരോട് ഇങ്ങനെ പെരുമാറിയിട്ട് മുഖത്ത് നോക്കി തെറ്റാണ് കാണിച്ചത് ട്രംപിനോട് പറയാൻ തൻ്റെ ഇടമില്ലാതെ. അല്ല, ഞാൻ പറയട്ടെ ആ രാജ്യസ്നേഹം പറഞ്ഞപ്പോൾ ഞാൻ രാജ്യസ്നേഹം പറഞ്ഞവരോട് രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് പറയണത്. ആ ട്രംപിൻ്റെ അടുത്ത് പോയി മുട്ടിലിഴഞ്ഞ് വിമാനം വാങ്ങിക്കാൻ പോവുകയാണ്, സൈനിക വിമാനം വാങ്ങിക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ രാജ്യസ്നേഹത്തിൻ്റെ കച്ചവടക്കാരായിട്ട് ഇറങ്ങണ്ട എന്ന് നിങ്ങളോട് തുറന്നു പറയാൻ തൻ്റെ ഇടമുണ്ട്. ഇത് പറയാനുള്ള തൻ്റെ ഇടം CPMന് എവിടുന്നാണ് കിട്ടിയത്? CPMന് വോട്ടിൻ്റെ എണ്ണം കൊണ്ടല്ല കിട്ടിയത്. നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള തൻ്റെ ഇടം, അമിത്ഷയുടെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള തൻ്റെ ഇടം എൻ്റെ പാർട്ടിയായ CPMന് കിട്ടുന്നത് എവിടുന്നാണ്? ഞങ്ങളുടെ പാർട്ടി ഒരു ആഗോള പാർട്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയാണ്, എല്ലാ രാജ്യങ്ങളിലുള്ള പാർട്ടിയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന്. അതിൻ്റെ കൊടി ചൈനയുടെ മുകളിൽ പൊങ്ങുമ്പോൾ ആ ചൈനയുമായിട്ട് ചർച്ച ചെയ്ത് നയതന്ത്രത്തിൽ നിങ്ങൾ പ്രധാനമന്ത്രി ഇപ്പോൾ പോവുകയാണ് അങ്ങോട്ട് കേട്ടോ. എന്തിനാണ് പോണത്? കമ്മ്യൂണിസ്റ്റുകാരും ചെങ്കൊടിയെല്ലാം അത്ര കുഴപ്പക്കാരാണ്. പിന്നെ എന്തിനാണ് ചൈനയ്ക്ക് പാസ്പോർട്ട് കൊടുക്കുന്നത്, ചൈനയിൽ വിമാനം പിടിച്ചു പോണത്? അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഡൽഹിയിലെ ഏതെങ്കിലും സ്ഥലത്തെ വോട്ടിൻ്റെ എണ്ണം വെച്ച് കളക്കേണ്ട പാർട്ടിയല്ല. സമരഭരിതമായ ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പ്രസക്തി. ഒരു ദേശീയ പണിമുടക്ക് വന്നാൽ കോൺഗ്രസിനാണോ മാർക്സിസ്റ്റ് പാർട്ടിക്കാണോ പ്രസക്തി? തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പ്രസക്തി. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ സീറ്റ് കുറയും, അല്ല തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വോട്ടും കുറയും. അതൊരു കളമേ ഇവിടെ രാഷ്ട്രീയ രംഗത്തുള്ളൂ എന്ന് തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ആശയ സമരത്തിലും സാമ്പത്തിക സമരത്തിലും ഞങ്ങൾക്കാണ് മേൽക്കൈ. എന്നാൽ രാഷ്ട്രീയ സമരത്തിൽ ഞങ്ങൾക്കല്ല മേൽക്കൈ. അതിൻ്റെ ക്ഷീണം ഞങ്ങൾക്കുണ്ട്. ആ ക്ഷീണം കൊണ്ട് ഞങ്ങൾ നിരാശപ്പെടുകയല്ല. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാൽ നിരാശപ്പെട്ടിരിക്കുകയല്ല. ഇത് അവസാനത്തെ കളമല്ല എന്ന് മനസ്സിലാക്കി യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം നടത്തുമ്പോൾ നിങ്ങളെ ജയിപ്പിച്ചതാരെന്ന തർക്കം. നിങ്ങളെ ജയിപ്പിച്ചത് മൃദു ഹിന്ദുത്വമാണ്. ഇതാണ് ഞങ്ങളുടെ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? കെജ്രിവാൾ ഹനുമാൻ ചാലിസ് നടത്തി. എന്താ പ്രിയങ്ക ഗാന്ധി നടത്തിയത്? എന്താണ് ദിഗ്വിജയ് സിംഗ് നടത്തിയത്? രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ അല്ലെങ്കിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ ഞങ്ങളെ വിളിക്കാത്ത എന്താണെന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത്. പിന്നെ നിങ്ങളും ഈ കെജ്രിവാളും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന് ഇവിടെ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്?
പ്രശ്നം എന്താണ്? അഴിമതിയാണ് വിഷയം. അങ്ങനെയാണ് 300 കോടി രൂപയുടെ അഴിമതി കേസിലാണ് നിങ്ങളുടെ യെദ്യൂരപ്പ കിടക്കുന്നത്. അഴിമതിയാണ് കെജ്രിവാളിൻ്റെ വിഷയമെങ്കിൽ 300 കോടി രൂപയുടെ ഈ സ്വത്ത് കണ്ടുകെട്ടി 17 പ്ലോട്ടാണ് കേട്ടാ. യെദ്യൂരപ്പയ്ക്ക് ഭാര്യ ഒന്നേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ മുണ്ടയുടെ അവിടുന്ന് സ്ഥലം അക്വയർ ചെയ്തെടുത്തപ്പോൾ 17 എണ്ണമാണ്. 13 വീടുള്ള പ്ലോട്ടാണ് യെദ്യൂരപ്പ വാങ്ങിച്ചിരിക്കുന്നത്. അതാണ് കോൺഗ്രസ്. അവിടെ നിങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ കെജ്രിവാളിനെ എതിർത്തു എന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ പോയിന്റ് എന്താണ്? പോയിന്റ് BJP ശക്തിപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ എല്ലാ സീറ്റും കിട്ടി. ഡൽഹിയിൽ BJP അവിടെ ജയിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഇത്തവണ ജയിച്ചത് കൊണ്ട് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് തോറ്റ BJP ഇപ്പോൾ ജയിച്ചു എന്ന് വേണം നിങ്ങൾക്ക് ആഹ്ലാദിക്കാം. അത് ജനാധിപത്യത്തിൻ്റെ ഫലം. പക്ഷെ നിങ്ങൾ ജയിച്ചത് ജനാധിപത്യത്തെ കൊന്നിട്ടില്ലേ? 5 കൊല്ലം ഈ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ ഇവിടെ ഭരിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ഈ കെജ്രിവാളിൻ്റെ പേരിൽ കേസെടുത്തിട്ട് ഒരു വെള്ളി രൂപ നിങ്ങൾ കണ്ടെത്തിയോ? ഇലക്ട്രൽ ബോണ്ടിലൂടെ എത്ര കോടി വിഴുങ്ങിയ പാർട്ടിയാണ് BJP? ആ ഇതിലെ മാപ്പുസാക്ഷിയായ അവരുടെ കയ്യിൽ നിന്ന് BJP എത്ര കോടി വാങ്ങിച്ചെന്നറിയോ? കെജ്രിവാളിനെതിരായിട്ട് മൊഴി കൊടുത്ത ആ മാപ്പുസാക്ഷിയുടെ കയ്യിൽ നിന്ന് എത്ര കോടി BJP വാങ്ങിച്ചു? ആ വാങ്ങിച്ച BJPക്കാർ ഞങ്ങൾ വിശുദ്ധന്മാർ, ആം ആദ്മി പാർട്ടി അഴിമതിക്കാർ. നിങ്ങൾ മാധ്യമ പിന്തുണയുടെ അജണ്ട ഉണ്ടാക്കി. ആ അജണ്ടയിൽ നിങ്ങൾക്ക് കഞ്ഞി വെച്ച് തരാൻ വേണ്ടി, നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് നിന്ന് തന്നു. കോൺഗ്രസ് അങ്ങനെയാണല്ലോ. ഡൽഹിയിൽ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നത്, പ്രിയങ്ക ഗാന്ധി വന്നത്. അതൊക്കെ കേരളത്തെ രക്ഷിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഇവിടെ നടന്നത്. ഇപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവർ ദേശീയ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് തന്നെയാണ്. അവരാ റോള് നിർവഹിച്ചാൽ കൊള്ളാം. BJP തെറുക്കുന്ന കാര്യത്തിൽ ആ റോള് നിർവഹിക്കുന്നതിന് പകരം കൂട്ടം കുത്താൻ വരരുത്. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കേരളത്തിൽ, ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ഡൽഹിയിൽ, മറ്റു പാർട്ടികൾക്കെതിരെ കൂട്ടം കുത്താൻ വേണ്ടി അതാത് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം അതാണ്. കോൺഗ്രസ് അത് തിരുത്തുമോ? 2, കെജ്രിവാളിനെ ജയിലിലടക്കത്തക്ക വിധം കെജ്രിവാളിനെതിരെ പരാതി കൊടുത്തത് കോൺഗ്രസിൻ്റെ ഡൽഹി കമ്മിറ്റിയാണ്. ഈ നരേന്ദ്രമോദി ഇത് ചെയ്യാൻ വേണ്ടി പരാതിക്കാരൻ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റാണ്. അതുകൊണ്ട് കെജ്രിവാളിനെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ BJPക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴല്ല തുടർച്ചയായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ആ പെരുമാറ്റം പ്രതിപക്ഷ നേതാവായ ശേഷവും രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. തുറന്നു കാട്ടപ്പെട്ടത് കോൺഗ്രസ്സാണ്. ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എന്നതുകൊണ്ട് BJP ജയിച്ചു എന്ന ഒരു തരത്തിലുള്ള അവകാശവാദത്തിനും പ്രസക്തിയില്ല. കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ BJPക്ക് ഈ ജയം സാധ്യമാകുമായിരുന്നില്ല. റോണി കെ ബേബി, ഈ കോൺഗ്രസിൻ്റെ പിന്തുണ എന്നുള്ളതിന് ആ അർത്ഥത്തിൽ മാത്രം എടുക്കണ്ട. ആ പിന്തുണ എന്ന് പറയുന്നത് നേരിട്ട് കൊടുക്കുന്ന പിന്തുണ മാത്രമല്ല, ഇത്തരത്തിലുള്ള അയഞ്ഞു കൊടുക്കലുകളും പറയേണ്ടയിടത്ത് പറയാതിരിക്കലും രാഷ്ട്രീയം പ്രയോഗിക്കേണ്ടയിടത്ത് പ്രയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിക്കാത്തതുമൊക്കെ കോൺഗ്രസ് BJPക്ക് പരോക്ഷമായി നൽകിയ പിന്തുണയാണ്. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട CPM-ന്റെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാറിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ബംഗാളിൽ നിങ്ങളുടെ ബദ്ധശത്രുവാണല്ലോ തൃണമൂൽ കോൺഗ്രസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ ഒരു മുന്നണിക്കോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? കാരണം നിങ്ങൾ ഒരിക്കലും തൃണമൂൽ കോൺഗ്രസുമായി ഒരു ധാരണയ്ക്ക് നിങ്ങൾ പോകത്തില്ല. BJP വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിലാണ് പോലും നിങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി ധാരണയ്ക്ക് പോകത്തില്ല. കാരണം നിങ്ങളുടെ ശത്രുവാണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ബംഗാളില്. അതുപോലെയാണ് ഡൽഹിയിൽ. എന്നിട്ടും ഞങ്ങൾ എത്രയോ വിട്ടുവീഴ്ച ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ നമുക്കറിയാം, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ വോട്ട് ശതമാനം കുറയുമെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്നത് കോൺഗ്രസിനാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്നിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കുക, നിങ്ങൾ 4 സീറ്റിൽ മത്സരിക്കുക, ഞങ്ങൾക്ക് 3 സീറ്റ് മതി. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഇവിടെ പരിശോധിക്കുക. ഗുജറാത്തിൽ ഞങ്ങൾക്ക് 40%, 38% വോട്ടുള്ളതാണ് പരമ്പരാഗതമായി. പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 14% വോട്ട് കൊണ്ടുപോയി തൃണമൂൽ കോൺഗ്രസ്. ഞങ്ങൾ 24% താന്നു. അപ്പോൾ ഗോവയുൾപ്പെടെ ഗോവയിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള കാരണമായ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ഗോവയുൾപ്പെടെ അല്ലെങ്കിൽ പിന്നെ ഗുജറാത്ത് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ അടിവേർ ഇറക്കുവാൻ വേണ്ടി ഈ പറയുന്ന ആം ആദ്മി പാർട്ടി ശ്രമിച്ചിട്ട് പോലും
ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല, ഞങ്ങളുടെ ഈ കോൺഗ്രസ് ഡൽഹിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതും അതിനെതിരെ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ വന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വന്ന ഒരു പാർട്ടിയോട് അവർക്ക് നേരിട്ടുള്ള സഖ്യത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കാൻ കോൺഗ്രസും തയ്യാറാകേണ്ടേ എന്നാണ് ചോദ്യം. ഒരു കാര്യം വളരെ വ്യക്തം പറയട്ടെ. ഇപ്പൊ ബംഗാളിൽ എത്രയോ മുൻപ് തന്നെ കോൺഗ്രസും CPM-ഉമായിട്ട് സഖ്യത്തിലായി. എത്രയോ ബദ്ധവൈരികളായിരുന്നു അവിടെ CPM-ഉം ഈ പറയുന്ന കോൺഗ്രസും. മറ്റെത്രയോ സംസ്ഥാനങ്ങളിൽ BJP തീർക്കാൻ വേണ്ടി സമാജ്വാദി പാർട്ടിയുമായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടാക്കി, RJD-യുമായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടാക്കി, NCP-യുമായിട്ട് സഖ്യമുണ്ടാക്കി. ഈ ഘട്ടത്തിൽ ഒന്നും ഡൽഹിയിൽ എന്താ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവസാനം എന്ത് ചെയ്തു? ഇന്ത്യ മുന്നണി, കാരണം നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതെന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരുപക്ഷെ ഷീലാ ദീക്ഷിതിൻ്റെ ഭരണത്തിൻ്റെ ഒടുവിൽ വന്ന പരാതികളും വിവാദങ്ങളും ഒക്കെ കെജ്രിവാൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് എന്നൊരു ഒരു പരാതി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുള്ളൊരു പ്രതികാരം ഇപ്പോൾ നിങ്ങൾ വീട്ടി, അതല്ലേ? നമ്മൾ കാര്യം വളരെ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നു. അണ്ണാ ഹസാരയുടെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെന്റ്, ആ മൂവ്മെന്റ് ആര് സ്പോൺസർ ചെയ്തതാണ് എന്ന് ഇന്ത്യയിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം. RSS സ്പോൺസർ ചെയ്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ അണ്ണാ ഹസാരയുടെ സമരം. ആ സമരത്തിൽ പങ്കെടുത്ത അതിന്റെ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട്. ശാന്ത് ഭൂഷണെ പോലെയുള്ള ആളുകൾ, യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇത് RSS സ്പോൺസർ ചെയ്ത മൂവ്മെന്റാ. അങ്ങനെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി വന്ന അരവിന്ദ് കെജ്രിവാൾ ഇവിടെ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി. ഇവിടെ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. മനസ്സിലാക്കണം, കോൺഗ്രസിനെ അന്ധമായി എതിർത്ത, കോൺഗ്രസിനെതിരെ ഇല്ലാക്കാതെ പ്രചരിപ്പിച്ച, എന്നിട്ട് പോലും ഞങ്ങൾ അന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഞങ്ങൾ പിന്തുണച്ചു. ഞങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് അദ്ദേഹം ഗവൺമെന്റ് ഉണ്ടാക്കിയത്. പക്ഷെ 40-ാം ദിവസം കഴിഞ്ഞപ്പോൾ ആരോട് കൂടി ആലോചിക്കാതെ അദ്ദേഹം നേരെ എന്ത് ചെയ്തു? അദ്ദേഹം രാജിവെച്ച്. അല്ല, ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താണ് റോണി കെ ബേബി? നിങ്ങൾ CPM-നോട് പോലും ബംഗാളിൽ കൂട്ടുകൂടി എന്ന് പറയുന്ന നിങ്ങളാണ് ഇത് ആം ആദ്മി പാർട്ടിയോട് ഇപ്പോൾ ഈ രീതിയിലുള്ള പകരം ചോദിക്കലുകൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. ഇല്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഞാൻ ഈ ഉദാഹരണങ്ങളോട് എല്ലാം പറഞ്ഞു വരുന്ന പോയിന്റ്, എന്നിട്ട് ഞങ്ങള് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നു. അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ബാക്ക് ഡോറിൽ കൃത്യമായി തന്നെ ചർച്ചകൾ നടന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ഏകപക്ഷീയമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസുമായി ഒരു സഖ്യത്തിനുമില്ല, കോൺഗ്രസുമായി ഇനി ഞങ്ങൾ മുന്നോട്ട് ഒരു ധാരണയ്ക്ക്. അവിടെ കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 0 നിങ്ങളുടെ നിയമസഭയിലെ ടാലി. 2 തവണയായി അവിടെ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുകയാണ് 70 സീറ്റുമായി. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ 0-ന്റെ കണക്കൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും എത്ര ശതമാനം വോട്ട് ഇവിടെ ഉണ്ട്? 44% വോട്ടുണ്ട്. അതിന്റെ അകത്ത് കോൺഗ്രസിന്റെ 20-25% വോട്ടുള്ളത് നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് കാണാതെ ഈ അസംബ്ലി ഇലക്ഷന്റെ കണക്ക് മാറ്റി വെച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്ക്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24% വോട്ടുമായി അവിടെ രണ്ടാമത് കോൺഗ്രസ്. ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് 18% വോട്ടേ ഉള്ളൂ. അവര് ഈ പറയുന്ന നിയമസഭയിൽ 70-63 സീറ്റുമായി ജയിച്ചു നിൽക്കുമ്പോഴും തൊട്ടടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ശതമാനം 18% ഉള്ളൂ. കോൺഗ്രസിനുണ്ട് 25% അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ആം ആദ്മി പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്? ആം ആദ്മി പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയുടെ ഇത്ര സീറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJP അധികാരത്തിൽ പുറത്താക്കണം. ഞങ്ങൾ അതിനുവേണ്ടി ശരി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഏത് രീതിയിലാണ് ആം ആദ്മി പാർട്ടിയെ ജനമധ്യത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതിന് പല ഉത്തരങ്ങൾ ഉണ്ട്. നിങ്ങൾ BJP-യുടെ B ടീമാണെന്ന് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന നിലപാടുകൾ എന്താണ്? പ്രിയങ്ക ഗാന്ധി ചെയ്തത് എന്താണ്? ദിഗ്വിജയ് സിംഗിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ പറഞ്ഞു കാണിച്ചല്ലോ. കോൺഗ്രസിനും അത് പറയാനുള്ള എന്ത് അവകാശമുണ്ട് എന്ന ചോദ്യം അപ്പുറത്തുണ്ട് സർ. ഇവിടെ പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. അവിടെ ക്ഷണം കിട്ടി മല്ലികാർജുൻ ഖാർഗെയ്ക്ക്, കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അവിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം കിട്ടി. ഞങ്ങൾ ആ ക്ഷണം നിരസിച്ചു. അല്ലാതെ അവിടെ പ്രിയങ്ക ഗാന്ധി എല്ലാ അഭിപ്രായം പറയുന്നത്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കത്തില്ല. ഇതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പിന്നെ ദിഗ്വിജയ് സിംഗ് അവിടെ 2 ഇഷ്ടക്കട്ട കൊടുത്തു എന്നൊക്കെ പറഞ്ഞുവിട്ട് അത് പിന്നെ സംഭാവന ചെയ്തു എന്ന് പറഞ്ഞല്ലാണ്ട് വേഗം അവിടെ അയോധ്യയിൽ 2-3 ഇഷ്ടിക സംഭാവന ചെയ്തതാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. മറ്റതൊക്കെ ഹിന്ദുത്വത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാനും പറ്റില്ല. ഞാൻ പറയാം, ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. 2-3 ഇഷ്ടികയാണല്ലോ എന്ന് ചോദിച്ച് തള്ളിക്കളയുകയാണ് ദിഗ്വിജയ് സിംഗിന്റെ കമൽനാഥിന്റെ ഒക്കെ സംഭാവനകൾ. ഞാൻ വരാം ജോഷി ജോർജ് ഈ പറയുന്ന കോൺഗ്രസിനോട് നിങ്ങൾക്ക്
കൂട്ടുകൂടാൻ പറ്റാത്ത രീതിയിൽ സർ. ഏകപക്ഷീയമായ നിലപാടെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവ് ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. അദ്ദേഹം എന്ത് വിചിത്രമായിട്ടാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ വർഗീയപരമായിട്ട് തന്നെ സംസാരിക്കുന്നത്. ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി, ഈ കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അഴിമതി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന അഴിമതി ഉണ്ടെന്നൊക്കെ ആരോപിച്ച്, വെറും ആരോപണത്തിൻ്റെ പുറത്ത് ഇന്നും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ മിഷനറി ഉണ്ടായിട്ടും, എല്ലാ മിഷനറിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിട്ടും 2 വർഷക്കാലം ആയിട്ട് പോലും ഒരു തെളിവ് പോലും കോടതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. കോടതി പോലും പറഞ്ഞു ഇനി ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല എന്ന്. ആ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ വക്താവ് ഇത്തരത്തിലുള്ള വാദഗതികൾ നിരത്തുന്നത്. ഈ നമ്മുടെ രാംലീല മൈതാനിയിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗമുണ്ടായി. അന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. അദ്ദേഹം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ് ഈ അഴിമതി ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അത് കാലിയാക്കിയിട്ട ഒരു കസേര, അത് പ്രതീകാത്മകമായി അത് അരവിന്ദ് കെജ്രിവാളാണ് എന്ന് തന്നെ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ മനുഷ്യൻ, ഈ നീതിമാനായ മനുഷ്യനെ പുറത്തിറക്കി വിടണം, ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് ആരോപണമാണ് ഉള്ളത്, എന്ത് തെളിവാണുള്ളത് എന്ന് പറഞ്ഞ് വലിയ വായിൽ പ്രകീർത്തിച്ച ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വക്താവാണ് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ കലാപം നടന്നപ്പോൾ അവിടെ പോയില്ല എന്ന്. അരവിന്ദ് കെജ്രിവാൾ കലാപം നടത്തപ്പോൾ അവിടെ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ആ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല ലോ ആൻഡ് ഓർഡർ ഉണ്ടായിരുന്നത്. അവിടെ അരവിന്ദ് കെജ്രിവാൾ പോകുകയും ആ കലാപത്തിന് കത്തിക്കാൻ വേണ്ടി തയ്യാറായി, ആ കലാപത്തിന് വീണ്ടും കത്തിക്കാൻ തയ്യാറായിക്കൊണ്ടായിരുന്നു BJPയുടെ സംഘപരിവാർ നേതൃത്വം അവിടെ നിരന്നു നിന്നിരുന്നത്. സ്വാഭാവികമായും മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്ന ഈ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഡൽഹിയിൽ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് വികസനത്തിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനും ആം ആദ്മി എന്ന് പറയുന്ന ഗവൺമെൻറ്റും ഏറ്റെടുത്ത് നടത്തിയ പദ്ധതികൾ, ആ പദ്ധതികൾക്ക് ജനങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആ പദ്ധതികൾ ഒരു കാരണവശാലും ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ വർഗീയ അജണ്ട, BJPയുടെ വർഗീയ അജണ്ടയെ ഈ പറയുന്ന വികസന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സംസാരിക്കാൻ കൊണ്ടുവന്നു അരവിന്ദ് കെജ്രിവാൾ. അതൊക്കെയാണോ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത്? ഞാൻ കോൺഗ്രസിൻ്റെ വക്താവിനോട് ഒന്നും കൂടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഷീലാ ദീക്ഷിത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വന്നത്? കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിപ്പോഴും അവിടെ ഡൽഹിയിൽ പ്രതീകം കാണാം. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന് പണി കൊടുത്തതും കരാറ് കൊടുത്തതും അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ്. അതിപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ഒന്നിനും കൊള്ളാതെ കിടക്കുക. അതെങ്ങനെ സംഭവിച്ചു? കോടാനുകോടി രൂപ. ഇത്തരത്തിലുള്ള അഴിമതികളെക്കുറിച്ചാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വവും അന്ന് പറഞ്ഞത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു, ജനങ്ങൾക്കത് മനസ്സിലായി. പിന്നെ നമ്മുടെ BJPയുടെ നേതാവ് പറഞ്ഞത്, അദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹം തോന്നുന്നു. കാരണം എന്താണ് അദ്ദേഹം ഇരുന്ന് പറയുന്നത്? ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുന്നു. ഇന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ദേശീയ പാർട്ടിയായി അംഗീകാരം നേടിയെടുക്കുന്നു. 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഗുജറാത്തിലും, നിങ്ങളുടെ ഏറ്റവും ഈറ്റിലും പോറ്റിലും എന്ന് പറയുന്ന ഗുജറാത്തിൽ പോലും 13-15% വോട്ട് വാങ്ങി അവിടെ MLA-മാരെ സൃഷ്ടിക്കുന്നു. ഗോവയിൽ MLA-മാരെ ഉണ്ടാക്കുന്നു. രാജ്യത്താകമാനം ഈ പാർട്ടിയുടെ വേരുകൾ ഊന്നുന്ന തരത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ആളുകൾ, ജനാധിപത്യ വിശ്വാസികൾ, ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. ഇതൊക്കെ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിനെതിരെ നിങ്ങൾക്ക് കാര്യങ്ങൾ സാർ പറയൂ ജോഷി ജോർജ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ആരും പറയുമ്പോൾ ഇടപെട്ടില്ലല്ലോ. അരവിന്ദ് കെജ്രിവാളിനെതിരെ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു തെളിവിനെക്കുറിച്ചാണ് ഞങ്ങൾ ഈ മീഡിയയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ വിലക്കെടുത്ത ഈ പറയുന്ന ഗോധി മീഡിയകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്.
നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയാത്ത മീഡിയയുടെ മുന്നിൽ നിന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് തെളിവാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയും മനീഷ് സിസോദിയക്കെതിരെയും നിങ്ങൾ ഈ പറയുന്ന ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു തെളിവ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോടതി പോലും റിജക്റ്റ് ചെയ്തില്ലേ? പിന്നെയും ഇരുന്നിങ്ങനെ ഇങ്ങനെ വാചകം അടിക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. നിങ്ങൾക്ക് അധികാരം മാത്രം മതി. നിങ്ങൾക്ക് ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് എന്ത് ചിന്തയാണുള്ളത്? അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്നെ നിങ്ങൾ അധികാരത്തിലേറിയപ്പോൾ നടപ്പിലാക്കി കാണിക്കേണ്ടതായിരുന്നല്ലോ. അതുപോലെ തന്നെ പിന്നൊരു വാചകം പറഞ്ഞു, തോൽക്കുന്നതൊക്കെ ഈ പറയുന്ന അഴിമതിയുടെ ഭാഗമായിട്ടാണെന്ന്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ തോറ്റല്ലോ, അപ്പോൾ നിങ്ങളവിടെ അഴിമതി നടത്തിയെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുകയാണോ? നിങ്ങൾ തന്നെ ഉറപ്പിക്കുകയാണോ? ഞങ്ങളവിടെ അഴിമതി നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തോറ്റത് എന്നുള്ളതാണോ നിങ്ങളുടെ വാചകത്തിന്റെ അർത്ഥം? അതാണോ നിങ്ങൾ ഈ ജനങ്ങൾക്ക് സന്ദേശം? ഞാൻ വരാം. ഒരു മിനിറ്റ്, ഞാൻ കൂടുതൽ സംസാരിക്കില്ല. അല്ല, ഒരൊറ്റ മിനിറ്റ്, എനിക്കൊരു വാചകം കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ തോൽവി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ച ഈ തോൽവിയെ ഞങ്ങൾ തോൽവിയായിട്ട് അംഗീകരിക്കുന്നില്ല. ഇതൊരു വിജയമാണ്. കാരണം ഈ ഒരുപക്ഷെ ഞങ്ങൾ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വീണ്ടും ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന്, ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ നേതാവിന് ഇന്ത്യയൊട്ടാകെ സഞ്ചരിക്കുവാൻ ആ സാഹചര്യം വരുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലുകൾ ആ ഗവൺമെൻറ്റിൽ തളയ്ക്കപ്പെടുമായിരുന്നു. ഞാൻ ഇന്ന് പറയുന്നു, ആ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ അഴിച്ചുവിട്ട അശ്വമേധമാണ്. അദ്ദേഹം ഇന്ത്യയൊട്ടാകെ ഈ BJPക്കെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസ് ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തൊട്ടാകെ പര്യടനം നടത്തും. ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള സംവിധാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രതിപക്ഷ പാർട്ടികളുമായി ആലോചിക്കുമോ ജോഷി ജോർജ്? തീർച്ചയായും ഇന്ത്യ മുന്നണിയിൽ ഒരു കോൺഗ്രസ് മാത്രമല്ല ഉള്ളത്. ഇന്ത്യ മുന്നണിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കക്ഷികളും അവരൊക്കെ ആർക്കാണ് സപ്പോർട്ട് ചെയ്തത്? അവർ പറഞ്ഞു കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റാണ്, അത് തെറ്റാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അഖിലേഷ് യാദവ് പറഞ്ഞു, അതുപോലെ തന്നെ NCPയുടെ ശരത് പവാർജി പറഞ്ഞു, ഉദ്ധവ് താക്കറെ പറഞ്ഞു, പ്രധാനപ്പെട്ട മമതാ ബാനർജി പറഞ്ഞു, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാർ പറഞ്ഞു കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റാണ്. BJPക്കെതിരെ ഡൽഹിയിൽ പൊരുതാൻ കെൽപ്പുള്ള പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്, ആ പാർട്ടിക്ക് പിന്തുണ കൊടുക്കണം, BJPയെ ഡൽഹിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. ഡൽഹി സംസ്ഥാനം മാറ്റി നിർത്തണമെന്ന് എന്തുകൊണ്ട് ഇവർക്ക് അത് ആ ബുദ്ധി പോയില്ല? ശരി വിഷ്ണു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിഷ്ണു തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP ഇപ്പോൾ മുന്നോട്ട് വരാൻ ശ്രമിച്ചത് എന്നതാണ്. അങ്ങനെ പഠിച്ച് നോക്കിയപ്പോൾ അന്ന് മോദിയെ ഓവർ പ്രൊജക്റ്റ് ചെയ്തത് വേണ്ട എന്ന് RSS ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് മോദിയെ പിന്നിൽ നിർത്തിക്കൊണ്ട് RSS മുമ്പിലിറങ്ങി ഇപ്പോൾ ഡൽഹി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നേരത്തെ പറഞ്ഞ കണക്കുകളുടെ സഹായവും ഉണ്ടായി. ഇല്ല, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് ഞങ്ങളുടെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഞങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയമുണ്ടാകാറുണ്ട്. ഇനി എവിടെയെങ്കിലും ഞങ്ങൾക്ക് പരാജയമുണ്ടായാൽ അത് ഞങ്ങൾ വിശദമായി പഠിക്കുകയും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകും. അല്ല, ആ പഠിക്കുന്നത് എന്താണെന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അങ്ങനെ പഠിച്ച് നിങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിനെ ഒരു അഴിമതിക്കാരനാക്കി മാറ്റുക എന്നുള്ളത്. അത് പഠിച്ചുണ്ടാക്കിയ കാര്യങ്ങളിൽ തന്നെയാണ് അദ്ദേഹം ജയിലിലേക്ക് പോയതും ഒരുപാട് ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളതും. അതിന് സംശയമില്ലല്ലോ. കോടതി എത്രയോ തവണ ജാമ്യം നിഷേധിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് സ്വാഭാവികമായ ഒരു ജാമ്യമാണ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്താണ് പറഞ്ഞത്? ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, ഞാൻ ഇനി ജനങ്ങളുടെ ഇടയിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ ആ കസേരയിലേക്ക് വരികയുള്ളൂ. പക്ഷെ ആ അഗ്നിശുദ്ധിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ അടക്കമുള്ളവർ ജനം പരാജയപ്പെടുത്തി. കാരണം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, താങ്കൾക്ക് ചോദിക്കാം.
അങ്ങനെ മുഴുവൻ പേരും അഴിമതിയുടെ കൂമ്പാരമായി മാറിയപ്പോൾ ഡൽഹിയിൽ വലിയ തിരിച്ചടിയുണ്ടായി. ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വർഗീയത പറയുന്നു. ഈ ഡൽഹിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ മുന്നേറ്റം ന്യൂനപക്ഷ മേഖല ഉണ്ടാകുന്നത്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും അഴിമതിക്കെതിരായി, ഈ AAPക്കെതിരായി, കോൺഗ്രസിനെതിരായി ഒരു ബദൽ ശക്തിയായിട്ട് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി പോരാട്ടം നിങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? നേരത്തെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ വന്ന പരാതികളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ആരെയാണ് കൂടെ നിർത്തുന്നത്, ആരെയാണ് ഒഴിവാക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അഴിമതിയുടെ കറപുരണ്ട ആളുകളുടെ പണമല്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്? അല്ല, ഞങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ നിയമപരമായ സംവിധാനത്തിലൂടെ മാത്രമാണ് ഫണ്ട് കളക്ഷൻ ചെയ്യുന്നത്. അല്ലാതെ ചാക്ക് രാധാകൃഷ്ണൻ്റെയും സാൻഗിയോഗോ മാർട്ടിൻ്റെയൊക്കെ ഇടയ്ക്ക് ബോണ്ടായിട്ടും ബോണ്ടയായിട്ടും ചാക്കിലും ഒക്കെ വാങ്ങിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അത്തരത്തിലുള്ള വലിയ ശീലങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ആരൊക്കെയാണ് BJP വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളാണ്. AAPയും കോൺഗ്രസും ചേർന്നിരുന്നെങ്കിൽ BJP പരാജയപ്പെടുമായിരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ BJPയുടെ വിജയത്തെ പോലും അവഗണിക്കാൻ ശ്രമിക്കുന്നത് വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി മാറി. ഞങ്ങൾക്ക് 30 വർഷത്തോളം നിങ്ങളാണ് ഡൽഹിയിൽ വിജയിച്ചത്. പക്ഷെ ആ വിജയത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി എന്നത് പരിശോധിക്കുമ്പോഴാണ് അവിടെ വിജയിച്ചു നിന്ന അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം വന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് മുടക്കുന്ന പണത്തിൻ്റെ സോഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമില്ലാതാകുന്നത്. ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ പരമാവധി 1.5 മിനിറ്റ് വീതം എല്ലാവർക്കും കിട്ടുമെന്നാണ് തോന്നുന്നത്. റോണി കെ ബേബി, കോൺഗ്രസ് ഇത് പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും പഴയ പ്രതാപം പറഞ്ഞു നിൽക്കുകയാണോ ചെയ്യുക? ഇതാ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജ്യം മുഴുവൻ ഇറങ്ങാൻ പോകുന്നു എന്ന് ആം ആദ്മി പാർട്ടി പറയുമ്പോൾ അതിലൊക്കെ ചില സൂചനകളുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട കോൺഗ്രസ്സിന് ചിന്തിക്കാൻ ഒരുപാടില്ലേ? സന്തോഷിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ തുറന്നു തന്നെ പറയാം. ഇനിയും മുന്നോട്ടും എന്തൊക്കെ സഹകരണത്തിലുള്ള സാധ്യതകളുണ്ടോ അതെല്ലാം ഞങ്ങൾ തേടും, ഞങ്ങൾ അന്വേഷിക്കും. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായാൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒത്തുചേർന്ന് തന്നെ ഞങ്ങൾ പോകും. കാരണം ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് BJP. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ഡൽഹിയിൽ എങ്ങനെയാണോ അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടിയത്, അതുപോലെ തന്നെയാണ് ജാർഖണ്ഡിൽ, നമ്മളത് സംസാരിച്ചില്ല, ഈ ഹേമന്ത് സോറനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. പക്ഷെ ഹേമന്ത് സോറൻ വീണ്ടും കൂടെ അധികാരത്തിൽ വന്നു. കാരണം എന്താ? അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? കാരണം നമുക്കറിയാം, ഇവിടെ ഈ മദ്യനയ അഴിമതി മാറി നിൽക്കട്ടെ, 48 കോടി രൂപ മുടക്കി. കാരണം അഴിമതി വിരുദ്ധ പോരാട്ടം പറയുന്ന, സിംപ്ലിസിറ്റിയുടെ കാര്യം പറയുന്ന, ലളിത ജീവിതത്തിന്റെ കാര്യം പറയുന്ന ഒരാൾ 48 കോടി രൂപ മുടക്കി അദ്ദേഹത്തിന്റെ BJP പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവത്തിനൊടുവിലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ഡൽഹിയിലെ ജനങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ. ഇത് BJP പറയുന്ന കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് എങ്ങനെയാണ് മുഖ്യമന്ത്രി ജാർഖണ്ഡിൽ EB ജോഷി ജോർജ് പറഞ്ഞോളൂ, താങ്കളുടെ സമയം. ജാർഖണ്ഡിലെ ആഭ്യന്തര വകുപ്പ് ജാർഖണ്ഡിൽ ആഭ്യന്തര വകുപ്പ് അവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. അത് മനസ്സിലാക്കണം. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കാര്യം അവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ കഴിയും. പക്ഷെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന എന്താണ് പറയുന്നത്? കേന്ദ്ര ഏജൻസി അവിടെ നിൽക്കട്ടെ, കേന്ദ്ര ഏജൻസി അവിടെ നിൽക്കട്ടെ. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ താങ്കൾക്കുള്ള സമയം താങ്കൾ ഉപയോഗിച്ചു. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്. ആരും ഇറക്കുമതി ചെയ്ത ആളുകളൊന്നുമല്ല. ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണകാര്യങ്ങളും ഒക്കെ അത്യാവശ്യം അറിയുന്ന ആളുകൾ തന്നെയാണ്. നമുക്കറിയാം ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് അവിടെ ആം ആദ്മി പാർട്ടി ഭരിച്ചിരുന്ന ഇപ്പോൾ BJP ഭരിക്കാൻ പോകുന്ന ഡൽഹി സർക്കാരിൻ്റെ അവസ്ഥ. അവിടെ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റണമെങ്കിൽ നിയമം കൊണ്ടുവന്ന് അതെല്ലാം LGയുടെ ലഫ്റ്റനന്റ് ഗവർണറുടെ കൈകളിലേക്ക് കൊണ്ടുപോയി. അത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതിനു മുൻപ് അങ്ങനെയല്ലായിരുന്നു. എന്തുകൊണ്ട്? അറിയാമായിരുന്നു ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ അധികാര അവകാശങ്ങളൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ LGയുടെ കൈകളിലേക്ക് കൊടുത്തു. LG എന്ന് പറയുന്നത് ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് സ്വതന്ത്രമൊന്നുമല്ലല്ലോ.
ഗവർണറോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കറിയാം ഈ കേരളത്തിന്റെ ഗവർണർ അവസ്ഥ എന്തായിരുന്നു, മുൻ ഗവർണറെ എന്തായിരുന്നു ഈ ഗവൺമെന്റുമായിട്ടുള്ള ഇഷ്യൂസ്. ശരി, ഇനിയിപ്പോ ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെയുള്ള വിലങ്ങുകളും ഒന്നുമില്ല, എല്ലാം നരേന്ദ്രമോദിക്ക് നിയന്ത്രിക്കാം. വിഷ്ണുവിലേക്കാണ് ഞാൻ വരുന്നത്. ജോഷി, കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ പരസ്പരം കടിപിടി കൂടുന്നത് വളരെ തമാശയാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയവർ, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വീകരണം നൽകിയവരൊക്കെ കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ഇപ്പോൾ കടിപിടി കൂടുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഹാട്രിക് ആയിട്ട് വട്ടപൂജ്യം ഡൽഹി സമ്മാനിച്ചതും ആം ആദ്മിയെ അധികാരത്തിൽ നിന്നും ജനം പുറത്തേക്ക് ഈ കടിപിടി കൂടിക്കുന്നത് ആരാണ് സാർ? ഇത് ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? അഴിമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമ നടപടികൾ ഉണ്ടാവും. കോൺഗ്രസ് ആണല്ലോ ആദ്യം പരാതിയുമായി പോയത്, ഞങ്ങളല്ലല്ലോ. അവർക്ക് തെളിവ് കിട്ടിയപ്പോൾ അവർ ആ പരാതിയുമായി പോയി. അതിൻ്റെ നടപടികൾ പിന്നീട് ശക്തമായി ഉണ്ടായി, ഞങ്ങളും അതിൻ്റെ പുറകെ വന്നു. അതെന്താ, അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് അതിനുള്ള അർഹതയും കൂടെ ഉണ്ടാകണമല്ലോ. അവരത് പറയുന്നത് അഴിമതിക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നുണ്ട്. ഞങ്ങൾ ലളിതമായി ചോദിക്കുകയാണ്, എവിടെയാണ് അഴിമതിക്ക് തെളിവായി നിങ്ങൾ ഈ 2 വർഷക്കാലം നിങ്ങളുടെ ഇഡിയും CBIയും മറ്റു വകുപ്പുകളും ഒക്കെ തന്നെ ഇത് അന്വേഷിച്ചത്? 2 വർഷമൊക്കെ വേണോ? മഹാനായ ഈ വിശ്വനേതാവായ മോദി ഈ ഒരു കേസിൽ അതൊന്നും ജനങ്ങളോട് പറയണ്ടേ? അതിനൊന്നും ജനങ്ങളോട് പറ. ചരിത്രമേ ഇല്ലല്ലോ. അതെ, കൃത്യമായി തന്നെയാണ് തീരുമാനിക്കുന്നതൊന്നും BJP അല്ല, കോടതിയുടെ നടപടിയുമായി നേതാക്കന്മാർക്കെതിരുണ്ടാകും. അതുകൊണ്ടാണല്ലോ പലതവണ നിങ്ങളുടെയൊക്കെ അപ്പീലുകൾ തള്ളിക്കൊണ്ട് വലിയ ദീർഘകാലയളവിൽ നിങ്ങൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ശരി ശരി, ഏറ്റവും അവസാനമായി ശ്രീ അനിൽകുമാർ, ഇപ്പോ ഡൽഹിയുടെ ഭരണം BJPയിലേക്ക് വരുന്നു. ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റമാണ് എന്ത് കാരണം കൊണ്ടായാലും സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് പോലും എതിരഭിപ്രായമില്ല. പക്ഷേ അവർ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ഒടുവിൽ പോലും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? രാജ്യത്തിൻ്റെ അടുത്ത പ്രതിപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ സമരങ്ങളാണ് വേണ്ടതെന്നാണ് CPMൻ്റെ അഭിപ്രായം. അരവിന്ദ് കെജ്രിവാൾ ദേശീയ തലത്തിൽ ക്യാമ്പയിന് വരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. നല്ല കാര്യം. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? ജനങ്ങളെ ബാധിക്കുന്ന ജീവിത പ്രശ്നങ്ങളിൽ സമരത്തിന് തയ്യാറുണ്ടോ? ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടത്തിന് ആം ആദ്മി പാർട്ടി തയ്യാറുണ്ടോ? കോർപ്പറേറ്റുകളും മധ്യവർഗവുമാണ് BJPയുടെ ബേസ്. കോർപ്പറേറ്റുകളും മധ്യവർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയിലെ ചെറിയ ശതമാനമേ ഉള്ളൂ. ഇപ്പുറത്ത് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ജീവിത സമരത്തിന് ആം ആദ്മി പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് അവരുടെ ദൗർബല്യം. ഇടതുപക്ഷത്തോട് യോജിച്ച് സമരത്തിന് തയ്യാറാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിക്ക് നല്ല പങ്ക് വഹിക്കാനാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു കളവ് പറഞ്ഞു, ഏതോ ചാക്കോ രാധാകൃഷ്ണൻ്റെയും സാന്റിയോ മാർട്ടിൻ്റെയും. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. CPM LDF കേരളത്തിൽ തുടർച്ചയായിട്ട് 9 കൊല്ലമായി. നിങ്ങളുടെ ED തട്ടിട്ട് തുള്ളിയിട്ടും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പക്കൽ നിന്ന്, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പക്കൽ നിന്ന് തെറ്റായ വിവരങ്ങൾ, ഒരു അക്കൗണ്ട് തെറ്റായിട്ടുണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ മോദിക്കായില്ല, അമിത്ഷയ്ക്കായില്ല, നിർമ്മല സീതാരാമനായിട്ടില്ല. അതുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഞാൻ. BJP നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. BJP നേതൃത്വത്തെ മാർക്സിസ്റ്റ് പാർട്ടി വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ 1 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണല്ലോ, നിങ്ങൾ വൈകരുത് കേട്ടോ. കുറേ നാളായിട്ട് ഇല്ലാത്ത കഥയും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കെട്ടുകഥയും പറയണ്ട. പിന്നെ വിഷ്ണുവിനോട് ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞു നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ കർണാടകത്തിലെ നിങ്ങളുടെ സർക്കാർ 2000 രൂപയ്ക്ക് ചൈനീസ് കമ്പനികളിൽ നിന്ന് PPE കിറ്റ് വാങ്ങിച്ചു. CNAG റിപ്പോർട്ടിൽ ആ കമ്പനിക്ക് A എന്നും B എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ പേരങ്ങ് വെളിപ്പെടുത്തുക. നിങ്ങൾ ഏത് ചൈനീസ് കമ്പനിയിൽ നിന്നാണ് 2000 രൂപ കൊടുത്ത് PPE കിറ്റ് വാങ്ങിച്ചത്? താങ്കൾ അത് പറഞ്ഞാൽ മതി. പറയട്ടെ. ചോദ്യം ചോദിക്കാതെ BG വിഷ്ണു, K അനിൽകുമാർ ഇപ്പോൾ ഉയർത്തിയ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റെടുക്കുക, അതിന് മറുപടി പറയുക. അത് താങ്കൾക്ക് ഇനി അവസരമുണ്ട്. മാധ്യമങ്ങളിലൂടെ തന്നെ താങ്കൾക്കത് പറയുകയും ചെയ്യാം. എന്തായാലും സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്.
ശ്രീ അനിൽകുമാർ, റോണി കെ ബേബി, BG വിഷ്ണു, ജോഷി ജോർജ്, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തകരുമ്പോൾ അത് എന്തൊക്കെ സൂചനകളാണ് രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് നൽകുന്നത് എന്നതാണ് ചർച്ച ചെയ്തത്.